ദുരന്തമുഖങ്ങളിൽ ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്ന അഗ്നിരക്ഷാ സേനയ്ക്ക് കരുത്താകാൻ ഒരു കൊച്ചു റോബോട്ടിക് ഉപകരണവുമായി 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ. കോഴിക്കോട് കാരശ്ശേരി നെല്ലിക്കപ്പറമ്പ് ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് റെസ്ക്യൂ റോവർ എന്ന സവിശേഷമായ ഉപകരണം നിർമ്മിച്ച് ശ്രദ്ധേയരായിരിക്കുന്നത്. രക്ഷാപ്രവർത്തനങ്ങൾക്കിടയിൽ അപകടങ്ങൾ വർദ്ധിക്കുകയും ഉദ്യോഗസ്ഥരുടെ ജീവൻ വരെ പൊലിയുകയും ചെയ്യുന്ന സംഭവങ്ങൾ സ്ഥിരമായ പശ്ചാത്തലത്തിലാണ് ഈ വിദ്യാർത്ഥികൾ ഇത്തരമൊരു ചിന്തയിലേക്ക് എത്തിയത്. അധ്യാപകരുടെ പിന്തുണയോടെ കഴിഞ്ഞ ഒരു വർഷത്തോളമായി നടത്തിയ പഠനങ്ങൾക്കും അധ്വാനത്തിനുമൊടുവിലാണ് ഈ റെസ്ക്യൂ റോവർ യാഥാർത്ഥ്യമാക്കിയത്. ക്യാമറ, വിവിധതരം ഡിറ്റക്ടറുകൾ, റോബോട്ടിക് ആംസ് തുടങ്ങിയ അത്യാധുനിക സംവിധാനങ്ങൾ അടങ്ങിയതാണ് ഈ ഉപകരണം. അപകട മേഖലകളിൽ മനുഷ്യർക്ക് കടന്നു ചെല്ലാൻ സാധിക്കാത്ത വിടവുകളിലും തകർന്ന കെട്ടിടങ്ങൾക്കിടയിലും കടന്നു ചെന്ന് വിവരങ്ങൾ ശേഖരിക്കാനും ജീവൻ രക്ഷാപ്രവർത്തനം സുഗമമാക്കാനും ഈ റോവറിന് കഴിയും. സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ മന്ന ഹംസ, ഹാഷിഖ് ബിൻ ഹബീബ്, മുഹമ്മദ് തമീം, മുഹമ്മദ് സഹൽ എന്നിവരാണ് ഈ റോബോട്ടിക് റോവറിന്റെ പിന്നണിയിൽ. തങ്ങൾ വികസിപ്പിച്ചെടുത്ത റോബോട്ടും വഹിച്ചാണ് കുട്ടികൾ മുക്കം ഫയർ സ്റ്റേഷനിൽ എത്തിയത്. ഇതില് ക്യാമറ വരുന്നുണ്ട്, റോബോട്ടിക് ആം, തെർമൽ ക്യാമറ, ഗ്യാസ് സെൻസേഴ്സ്. പ്രവർത്തിക്കുന്നത് ഇപ്പൊ ലാപ്ടോപ്പ് വെച്ചിട്ടാണ് ചെയ്യണത്. ലാപ്ടോപ്പിലെ എല്ലാ ഇതിന്റെ ദൃശ്യങ്ങളും ഇതൊക്കെ ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാല് അതിന്റെ ഉള്ളിൽ എന്താ നടക്കണത്, ആളുണ്ടോ ഇല്ലേ എന്നൊക്കെ നമുക്ക് അതിൽ മനസ്സിലാക്കാൻ കഴിയും. ചെറിയ പ്രായത്തിൽ തന്നെ സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന ഇത്തരമൊരു കണ്ടുപിടുത്തം നടത്തിയ വിദ്യാർത്ഥികളെ മുക്കം ഫയർ ഓഫീസർ EK അബ്ദുൽ സലീം അഭിനന്ദിച്ചു. വരും കാലങ്ങളിൽ അഗ്നിരക്ഷാ സേനയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിൽ ഉപകരിക്കുന്ന സാങ്കേതിക വിദ്യകളാണ് ഇതിലുള്ളതെന്നും ബിൽഡിംഗ് അപകടങ്ങളിൽ അടക്കം ഇത് ഏറെ ഫലപ്രദമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സാധാരണഗതിയിൽ നമ്മളുടെ റെസ്ക്യൂ ഫീൽഡിൽ നമ്മൾ നേരിടുന്ന പല പ്രതിസന്ധികൾക്കും പരിഹാരമായിട്ട് അവരുടെ ചിന്തയിൽ വന്ന ഒരു ഉൽപ്പന്നമായിട്ടാണ് മനസ്സിലാകുന്നത്. അപ്പം നമ്മൾ നേരിടുമ്പോൾ പിന്നെ ബിൽഡിംഗ് കൊളാപ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് അകപ്പെട്ട ആളെ രക്ഷപ്പെടുത്താനുണ്ടാവുന്ന നമ്മൾ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഉപകരണങ്ങളാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തെർമൽ ക്യാമറ ഉണ്ട്, അപ്പം അവർ ഹീറ്റ് ഡിറ്റക്ടറുകളുണ്ട്, അപ്പം ഗ്യാസ് ഡിറ്റക്ടറുകളുണ്ട്. ഇതൊക്കെ നമ്മൾക്ക് അപകടം വരുന്ന, അതായത് ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അവിടേക്ക് പ്രവേശിക്കുന്ന ആളും അപകടത്തിൽപ്പെടും. അപ്പൊ അത് ഒഴിവാക്കിയിട്ടൊരു പിന്നെ റോബോട്ട് അത് അവിടെ പിന്നെ നമ്മൾ ക്യാമറ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കൂടുതൽ കാര്യക്ഷമമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഞങ്ങൾ നേരിടുന്ന ഒരുപാട് പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള ചിന്ത ഇവരെ മനസ്സിലായിട്ട് അത് തന്നെ സന്തോഷമുണ്ട്. കാരണം നമ്മളെ ഏരിയയിലൊക്കെ ഈ പ്രായത്തിലുള്ള കുട്ടികൾ ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളത് തന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു നേട്ടമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. നാളെയുടെ വാഗ്ദാനങ്ങളായ ഈ കുഞ്ഞു ശാസ്ത്രജ്ഞരുടെ കഴിവ് വലിയൊരു സുരക്ഷാ വിപ്ലവത്തിനാണ് വഴി തുറക്കുന്നത്. കൂടുതൽ അപ്ഡേഷനുകളോടെ ഈ റോവർ ഭാവിയിൽ ദുരന്തമുഖങ്ങളിൽ ജീവൻ കാക്കാൻ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഈ വിദ്യാർത്ഥികളും അധ്യാപകരും. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.